നേതാവ് കെ ഇസ്മായിലിനെതിരെ നടപടിക്കൊരുങ്ങി CPI. നടപടിക്ക് മുന്നോടിയായി ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മറുപടി ലഭിച്ചാൽ അടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തന്നെ നടപടി ആലോചിക്കും. മുൻ MLA പി രാജുവിന്റെ മരണത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിന്റെ പേരിലാണ് നടപടി നീക്കം. ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവാണ് കെ ഇസ്മായിലിനെതിരായ നടപടിക്ക് തുടക്കം കുറിച്ചത്. മുൻ MLA പി രാജുവിന്റെ നിര്യാണത്തിന് പിന്നാലെ പാർട്ടിയെ പരോക്ഷമായി കുറ്റപ്പെടുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം ചൂണ്ടിക്കാട്ടി CPI എറണാകുളം ജില്ലാ കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിന് പരാതി നൽകിയിരുന്നു. പി രാജുവിനെതിരായ നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയിരുന്നതായി കെ ഇസ്മായിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം ജില്ലാ കൌൺസിൽ പരാതി നൽകിയത്. പരാതി പരിഗണിച്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടെടുക്കുകയായിരുന്നു. നടപടിയെടുക്കാനുള്ള നിർദ്ദേശത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരാൾ മാത്രമാണ് എതിർത്തത്. കോഴിക്കോട് നിന്നുള്ള TV ബാലനാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി കെ ഇസ്മായിലിനോട് വിശദീകരണം തേടും. വിശദീകരണം ലഭിച്ചാൽ തൊട്ടടുത്ത എക്സിക്യൂട്ടീവ് യോഗം തന്നെ ഇക്കാര്യം പരിഗണിച്ച് തീരുമാനത്തിലേക്ക് പോകും. നേരത്തെ പാലക്കാട് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും കെ ഇസ്മായിലിനെതിരെ നടപടിക്ക് നീക്കമുണ്ടായിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഇടപെട്ട് നടപടി ഒഴിവാക്കുകയാണ് ഉണ്ടായത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പാർട്ടിക്കെതിരായ സമീപനം സ്വീകരിക്കരുതെന്ന് അന്ന് ജനറൽ സെക്രട്ടറി D രാജ ഇസ്മായിലിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് ലംഘിച്ചാണ് ഇപ്പോഴത്തെ പ്രതികരണമെന്നാണ് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. കെ ഇസ്മായിലിനെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന നിർദ്ദേശവും സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.